പ്രവീൺ പുരുഷോത്തമനുണ്ട്. പ്രവീൺ, ഇപ്പോൾ MLA അബിൻ വർക്കി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അബിൻ വർക്കി പറയുന്ന അനുസരിച്ച് അവിടേക്ക് വേണ്ട സാധന സാമഗ്രികൾ, ഭക്ഷണ സാമഗ്രികൾ കൊടുക്കാമെന്നാണ് പറയുന്നത്. തൽക്കാലത്തേക്ക് അത് മതിയാകുമല്ലോ അല്ലേ പ്രവീൺ? മാർത്തോമ ഹാളിൽ സ്ഥലവുമുണ്ട്, വേണ്ടി വന്നാൽ അങ്ങോട്ടും പോകാം. അത് അവരുടെ എന്താണ് താല്പര്യമെന്ന് വെച്ചാൽ അത് അവരെ അറിയിക്കൂ പ്രവീൺ പുരുഷോത്തമൻ. തീർച്ചയായും അരുൺ, അത് ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പ്, ഔദ്യോഗിക ക്യാമ്പ് അല്ലെങ്കിൽ പോലും ഒരു ക്യാമ്പിൽ കഴിയുന്ന 10ലധികം കുടുംബങ്ങളെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ് അബിൻ വർക്കി MLA നൽകിയത്. ഇപ്പോൾ നമുക്ക് കാണാം, ഇത് പട്ടികജാതി വികസന വകുപ്പിന്റെ മോഡൽ പ്രീ സ്കൂൾ ഏഴിക്കാട്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തത് കാണുന്ന 2 നില കെട്ടിടമാണ്. അതാണ് വായനശാല. അവർ പെട്ടെന്ന് ആ വായനശാലയ്ക്ക് മുകളിലേക്ക് കയറാൻ കാരണം അതിന്റെ സുരക്ഷിതത്വം തന്നെയാണ്. നമ്മളുടെ വായനശാലയുടെ തൊട്ടപ്പുറത്ത് വരെ വെള്ളം കയറിയിരുന്നു. അതുകൊണ്ടാണ് അവർ വളരെ പെട്ടെന്ന് തന്നെ വളർത്തുമൃഗങ്ങളെയും ഒക്കെ കൊണ്ട് ഈ വായനശാലയുടെ മുകളിലേക്ക് കയറിയത്. അതിന് സമീപം തന്നെയാണ് ഈ കാണുന്ന ഒരു പട്ടികജാതി വികസന വകുപ്പ് മോഡൽ പ്രീ സ്കൂൾ ഏഴിക്കാട്. നമുക്ക് ആ ബോർഡൊക്കെ കാണാം. അവിടെയാണ് ഇപ്പോൾ ഇത്രയും കുടുംബങ്ങൾ, 5 കുടുംബങ്ങൾ കൂടിയുണ്ട്. നമ്മൾ ചോദിച്ചപ്പോൾ, നമ്മൾ നേരത്തെ കണ്ടു അവർ അരി അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പ്രാതലായിട്ട് എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അവരൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു. ആരോ പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാം എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ രാവിലെ അരി ഇടുന്നതൊക്കെ കണ്ടു. ഇപ്പോൾ MLA അറിയിച്ചിട്ടുണ്ട് ഇനി ഭക്ഷണമൊക്കെ എത്തിക്കുമെന്ന്. അപ്പം നിങ്ങളെ സംബന്ധിച്ചൊരു ആശ്വാസമാണ്. രാവിലെ ഇപ്പോൾ സമയം എത്രയായി? ഇത്ര സമയമായല്ലോ, ഇതുവരെ ഒന്നും കഴിച്ചില്ല. അരി അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വിഷമിക്കേണ്ട, ഇപ്പോൾ തന്നെ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുമെന്ന് ആറന്മുള MLA അബിൻ വർക്കി അറിയിച്ചിട്ടുണ്ട്. ഈ ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെ, ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെയാണ്, ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് എത്തിക്കുന്നതിന് ഇപ്പം ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആശ്വാസമാണ്, അതിന് നന്ദി പറയുക പ്രത്യേകിച്ച്. ഏതായാലും അവരുടെ പ്രയാസങ്ങളാണ് തുറന്നു പറഞ്ഞത്. കാരണം തീർച്ചയായിട്ടും അത് വേണമല്ലോ. അത് നമ്മളത് അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തി. അബിൻ വർക്കി അത് ഇപ്പോഴാണ് അറിഞ്ഞത്. അത് ഇപ്പോൾ തന്നെ MLA എടുത്ത് പറയും. കുറച്ച് സമയത്തിനുള്ളിൽ ജില്ലാ കളക്ടറോട് പറയും. അല്പസമയത്തിനുള്ളിൽ റവന്യൂ അധികൃതർ അവിടേക്ക് ഈ 10 കുടുംബങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ എത്തിക്കും എന്നുള്ളതാണ്. കാരണം അത് ഔദ്യോഗിക ക്യാമ്പല്ല. അതുകൊണ്ട് സർക്കാരിന് നേരിട്ട് ഇവിടെ ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ അതിപ്പോൾ ഈ ആവശ്യം ഉയർന്ന സാഹചര്യത്തിൽ അബിൻ വർക്കി MLA ഇടപെട്ട് അവർക്ക് ഭക്ഷണവും മറ്റ് സംവിധാനങ്ങളും അവിടേക്ക് ഒരുക്കി കൊടുക്കും. ഇനി അതല്ല, അവർ ക്യാമ്പിൽ മാറാൻ തയ്യാറാണെങ്കിൽ ക്യാമ്പിൽ സ്ഥലമുണ്ട്, അങ്ങോട്ട് വന്നാൽ അവിടെ ഭക്ഷണം കിട്ടും.